നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ റോഹപരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്ന് മുഖ്യമായ ഒരു നാള് അറിയാലോ, പഞ്ചമി തിഥി. ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നാള്. അത് വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ചിത്തിര മാസം വരുന്ന ഋഷി പഞ്ചമി എന്നാണ് ഇതിനെ പറയുന്നത്. ഋഷി പഞ്ചമി എന്നാല് ഒത്തിരി പവർഫുൾ ആയത്. വർഷത്തില് ഒരു 2-3 തവണ മാത്രമേ ഋഷി പഞ്ചമി വരത്തുള്ളൂ. ഇങ്ങനെ ഋഷി പഞ്ചമി വരുന്ന സമയത്ത് നമ്മളിത് കറക്റ്റായിട്ട് യൂസ് ചെയ്താല് നമുക്ക് നല്ല വിജയം, നമ്മൾ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന മാതിരി നല്ല ബലം കിട്ടുന്നു എന്നത് ഒരു ഐതിഹ്യമായിട്ട് കണക്കാക്കി വരുന്നു. ഈ ഋഷി പഞ്ചമിയില് നമ്മൾ എന്താ ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അവശ്യം നിങ്ങളിത് മനസ്സിലാക്കിക്കൊള്ളുക, അറിഞ്ഞോളുക. ഇന്ന് ഫുള്ളായിട്ട് പഞ്ചമി തിഥി ഇരിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ, ഋഷി പഞ്ചമി എന്നത് ഭയങ്കര പവർഫുൾ ആയത്. വഴക്കമ്മ നമ്മൾ പഞ്ചമി നാളിൽ തന്നെ നമുക്ക് ഒരുപാട് മിറാക്കിളാണ് നടക്കുന്നത്. ഒരേ പഞ്ചമിയിൽ തന്നെ ഏകപ്പെട്ട റിസൾട്ടാണ് നമുക്ക് വരാഹി അമ്മൻ കാമിച്ചു തരുന്നത്. സോ ഇന്നത്തെ പഞ്ചമി നിങ്ങൾ ആരും മിസ് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് പഞ്ചമി തിഥി ടൈമിങ് നോക്കാം. തിഥി എപ്പോ തുടങ്ങി എപ്പോ വരെ ഇരിക്കുന്നു എന്നുള്ളത്. അതായത് ഇന്ന് രാവിലെ 4:15 പഞ്ചമി തിഥി സ്റ്റാർട്ടായി. നാളെ 22-ാം തീയതി രാവിലെ 2:30 AM വരെയാണ് പഞ്ചമി തിഥി ഇരിക്കുന്നത്. ഇന്ന് ബ്രഹ്മമുഹൂർത്ത നേരത്തിലെ പഞ്ചമി തിഥി തുടങ്ങി. അത് ഇന്ന് ഫുൾ ഡേ ഇരിക്കുന്നുണ്ട്. ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു പഞ്ചമി ഇത് ഋഷി പഞ്ചമി. ഋഷി പഞ്ചമി എന്ന് എന്താ പറയുന്നെന്ന് വെച്ചാല്, സപ്ത ഋഷികളും വന്നിട്ട് വാരാഹി അമ്മനെ വണങ്ങുന്ന ഒരു നാള്. പല അതിശയങ്ങളെയും പല അത്ഭുതങ്ങളെയും പല അനുഗ്രഹങ്ങളെയും വാങ്ങുന്ന ഒരു നാള്. അതാണ് ഋഷി പഞ്ചമി. അതിനാല് ഈ ഋഷി പഞ്ചമിയില് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അത്ഭുതം നടക്കും? അതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ, ശരിയല്ലേ? ഈ ഋഷി പഞ്ചമിയില് ആ സപ്ത ഋഷികളെയും നമ്മള് മനസ്സിൽ പ്രാർത്ഥിക്കണം. സപ്ത ഋഷികൾ എന്നത് ആരൊക്കെയെന്നത് ഞാൻ പറയാം. നമ്മളോട് അഗസ്ത്യ സിദ്ധർ, അത്രി സിദ്ധർ, അംഗീരസ സിദ്ധർ, തിരുവു സിദ്ധർ, ഗൗതമ സിദ്ധർ, കാജ്യവർ, വശിഷ്ഠർ. ഈ സപ്ത ഋഷികൾ എന്ത് ചെയ്തതെന്ന് വെച്ചാല് വരാഹി അമ്മനോട് അരുൾ വാങ്ങാനായിട്ട് നിറയെ പല വിഷയങ്ങള് ഇവര് ചെയ്തിട്ടുണ്ട്. അതും പഞ്ചമിയില്. അതിനാലെയാണ് അതിന് ഋഷി പഞ്ചമി എന്ന് പേരേ വന്നത്. പഞ്ചമിയില് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള നിറയെ വിഷയങ്ങൾ ചെയ്ത് ഒരുപാട് വരങ്ങളെയും അർബുദമായ ഒരുപാട് വിഷയങ്ങളെയും വന്ന് അടഞ്ഞിരിക്കുന്നു. അവര് സിദ്ധി പ്രാപിച്ചിരിക്കുന്നു. അതിനാലെയാണ് ഈ ഋഷി പഞ്ചമി എപ്പോ എല്ലാം വരുന്നോ അപ്പോ നമ്മൾ വരാഹിയമ്മയെ പ്രാർത്ഥിക്കുന്നത്, കൂടെ ഋഷികളെ പ്രാർത്ഥിക്കുന്നത്. അപ്പോ നമുക്ക് വരാഹിയമ്മനോട് ആശീർവാദവും കിട്ടും, സപ്ത ഋഷിമാരുടെ ആശീർവാദവും നമുക്ക് കിട്ടും. ഋഷി പഞ്ചമിയില് നമ്മളൊരു വഴിപാട് ചെയ്യുന്നു. വരാഹി അമ്മനോട് നമ്മളത് ചോദിക്കുമ്പോൾ ആ സപ്ത ഋഷിമാരുടെയും വരാഹി അമ്മനോടെയും ആശീർവാദം നമുക്ക് ഇരുന്നാൽ മാത്രമേ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാനേ പറ്റത്തുള്ളൂ. എല്ലാ നല്ല നേരവും നോക്കി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് തീർച്ചയായും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആയിട്ടൊന്നും ഒരു നേരവും കാലവും നമുക്കെന്നേ വന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാനൊക്കത്തുള്ളൂ. ഇന്നത്തെ പഞ്ചമിക്ക് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളുക. നാളെ 2:30 AM വരെ ടൈം ഇരിക്കുന്നുണ്ട്. സോ ഈ ടൈമിനുള്ളിൽ നിങ്ങൾ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കൈകാൽ കഴുകി മുഖം മിനുക്കി നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, വേറൊന്ന് പീരീഡ്സ് ടൈമിലുള്ളവരോ പുലവാലായ്മയുള്ളവരോ നോൺ വെജ് കഴിച്ചവരോ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല. മുഖം കഴുകി നിങ്ങൾ ശുദ്ധമായിരുന്നോളുക. വേറെ യാതൊരു തരത്തിലുള്ള അശുദ്ധിയും പാടില്ല. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന മന്ത്രത്തെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. എന്നിട്ട് ഇത് കുറഞ്ഞത് നിങ്ങൾ 108 തവണ ചൊല്ലിക്കോളുക. എന്നാൽ 1008 തവണ ചൊല്ലുന്നതാണ് ഏറ്റവും ഉചിതം. മന്ത്രം ഞാൻ ചൊല്ലിത്തരാം, കേട്ടോളൂ. ഓം ശ്രീ സപ്ത ഋഷിഭ്യോ നമഃ. ഓം ശ്രീ സപ്ത ഋഷിഭ്യോ നമഃ. ഓം ശ്രീ സപ്ത ഋഷിഭ്യോ നമഃ. ഇത്രയേ ഉള്ളൂ. ഈ ഒരു വരി മന്ത്രത്തിനെ ഒരു 108 മുറ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പഞ്ചമി തീരുന്നത് വരെയും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇത് നിങ്ങൾ ഒരു ടൈം ചൊല്ലിയാലേ നിങ്ങൾക്കത് നല്ല മനപ്പാടമായിടും. ഇത് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരുന്നാല്
ഒരേ ഒരു നാള്, ഇന്നത്തെ ഒരേ ഒരു നാളിലെ നിങ്ങൾക്ക് നല്ലൊരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനായിട്ടുള്ള വായ്പ ഇരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര പവർഫുൾ ആയത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അതിനാലെയാണ്. മുഖ്യമായ നാള്, മുഖ്യമായ നേരം ഇതെല്ലാം വരുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് മിസ് ചെയ്യാതിരിക്കുക. ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഓരോരോ നല്ല കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും തോറും നമ്മുടെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. വേറൊന്ന് ഞാൻ പറയാം, ഈ മന്ത്രം ചൊല്ലുന്നതിന് 3 മണിക്കൂർ മുന്നേ നിങ്ങൾ ആഹാരം കഴിച്ചവരായിരിക്കണം. ആഹാരം കഴിച്ചിട്ട് പെട്ടെന്ന് ഇത് ചൊല്ലാൻ പാടില്ല. 3 മണിക്കൂർ മുന്നേ ആഹാരം കഴിക്കുക, ശരിയാ? അല്ല എഴുന്നേറ്റ ഉടനെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര പവർഫുൾ, അത്രയ്ക്കും എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്താൽ അത്രയ്ക്കും നല്ലത്. ഇപ്പോ ഇന്നത്തെ പഞ്ചമി വിട്ട് നിങ്ങൾ വേറൊരു ദിവസമാണ് ഈ വീഡിയോ കാണുന്നത്, വേറൊരു ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വെറും വയറ്റിൽ ചെയ്തോളുക. ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നതിലൂടെ നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചം കൂടെ നമുക്ക് തുണയായി നിൽക്കും. അറിയാലോ, ബ്രഹ്മമുഹൂർത്ത നേരം യൂണിവേഴ്സിനായിട്ടുള്ള നേരമാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ പഞ്ചമി തിഥിയിൽ ഈ പവർഫുൾ ആയിട്ടുള്ള ഡേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ ചെയ്യുന്ന ദിവസം നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത നേരത്തിന് തന്നെ ചെയ്തോളുക, എങ്കിലേ അതിന് പവർ ഉണ്ടാവത്തുള്ളൂ. കാരണം പഞ്ചമി തിഥിക്കുന്ന ഒരു പ്രത്യേക ശക്തി ഇരിപ്പുണ്ട്. നിങ്ങൾ എന്ത് ചോദിച്ചാലും വരാഹിയമ്മൻ തരും. അതുപോലെ അന്ന് പറ്റാത്തവർക്ക് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ചോദിക്കുക. പ്രപഞ്ചത്തിനെന്നേ ഒരു ശക്തി ഇരിപ്പുണ്ട്. പ്രപഞ്ചം എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുതരുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ചെയ്തോളുക. അപ്പോൾ ആഹാരം കഴിച്ചവരാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ചെയ്തോളുക. ആരും ഇന്നത്തെ ദിവസം മിസ്സാക്കരുതേ. ഇപ്പോൾ ഇത് ചൊല്ലാനായിട്ട് നിങ്ങൾ കയ്യിൽ വേണമെങ്കിൽ ഒരു തുളസിമാല വെച്ചോളാം, ഇല്ല എങ്കിൽ അതൊരു വിഷയമേ അല്ല. എവിടെയെങ്കിലും പോയിരുന്ന് കാമാൻ ക്വയറ്റായിട്ടിരുന്ന് നിങ്ങൾ കുറഞ്ഞത് ഒരു 108 തവണ ചൊല്ലിക്കോളുക. ഋഷികളെ നിങ്ങൾ മനസ്സിൽ കരുതിക്കോളുക, അവരോട് പ്രാർത്ഥിച്ചോളുക. എന്നിട്ട് നിങ്ങൾ ഈ മന്ത്രം മാത്രം ചൊല്ലിയാൽ മതി. ഏത് നിങ്ങൾ വേണമെന്ന് ചോദിക്കുന്നുവോ ആ വിഷയം നിങ്ങൾക്ക് കൈക്കുള്ളിൽ കൊണ്ടുതരും. അത് ശീഘ്രം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്താനുള്ള നമുക്ക് ഒരു കാര്യം നടക്കുമെന്നുള്ള ഒരു തോന്നൽ വരുമല്ലേ, അങ്ങനെ അതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പല വകയിൽ നിങ്ങൾക്കതിന് വഴികൾ തെളിയിച്ചു വിട്ടുതരും. ഈ വഴി ആ വഴി, അങ്ങനെ നിറയെ വഴികൾ നിങ്ങൾക്ക് കൺമുന്നിൽ നിങ്ങൾക്ക് അതിനായിട്ട് തുറന്നു വിട്ടുതരും. സപ്ത ഋഷികളുടെ പവർ വന്നിട്ട് അതാണ്. കാരണം വരാഹിയമ്മനെ അത്രയ്ക്കും കൂടുതൽ വണങ്ങുന്നവരാണ് ഋഷികള്. ഒരു വിഷയം നടക്കണമെങ്കിൽ അവർ ഉടനെ തന്നെ വരാഹിയമ്മയെ പിടിക്കും. അവർക്കൊരു കാര്യമാകണം വെച്ചാല് ഉടനെ അവർ വരാഹിയമ്മയെ പിടിക്കും. അധികമായി ഋഷികള് വരാഹിയമ്മയാണ് വണങ്ങിയിരിക്കുന്നത്. അതിനാലെയാണ് അവങ്ങൾ ചെയ്ത വിഷയങ്ങളെല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിക്കൊള്ളുക. ഒത്തിരി പവർഫുൾ ആയിട്ട് അത് വേല ചെയ്യും. ഇന്ന് ഫുൾ ഡേ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇന്ന് പറ്റാത്തവർ ബ്രഹ്മമുഹൂർത്ത നേരത്തിൽ ചെയ്തോളുക. കാരണം ബ്രഹ്മമുഹൂർത്ത നേരത്തിൽ ചൊല്ലുമ്പോൾ അതിനൊരു പ്രത്യേക പവറുണ്ട്. പഞ്ചമി തിഥിയിൽ ചൊല്ലുമ്പോൾ അതിനും ഒരു പ്രത്യേക പവറുണ്ട്, ശരിയാ? സോ നിങ്ങൾ ഇന്ന് ഇത് 108 തവണ ചൊല്ലിക്കൊള്ളുക. ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇത് 1008 തവണ ചൊല്ലിയാല് ഇന്ന് തന്നെ നിങ്ങൾ സിദ്ധിയടയും. കാരണം ഇത് ഒരു വരി മന്ത്രമാണ്, ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് 1008 മുറ ചൊല്ലാൻ യാതൊരു പ്രശ്നവും വരില്ല. സിദ്ധിയടയും നിങ്ങൾ. ഈ മന്ത്രം സിദ്ധിയായാല് ഈ സപ്ത ഋഷികള് നിങ്ങൾക്ക് ഉദവി ചെയ്യും, അതായത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഏതൊരു കാര്യത്തിനും നിങ്ങൾ അവരൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, വന്ന് സഹായം ചെയ്തു തരും. നിങ്ങൾ എന്ത് സഹായം ചോദിച്ചാലും നിങ്ങളുടെ മുന്നേ വന്ന് നിൽക്കുന്ന മാതിരി നിങ്ങൾക്ക് എല്ലാം നടത്തി തരും. ഇത് വന്നിട്ട് സപ്ത ഋഷികളുടെ വാക്കാണ്. സോ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.